Hi friends, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് അക്കൗണ്ട് സെക്യൂർ ചെയ്ത് വെക്കുന്ന ആ ഒരു സ്റ്റെപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ള ചെറിയൊരു ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ചെറിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ഇതേപോലെ താഴെയായിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിൾ എന്ന് പറയുന്ന സെറ്റിങ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ ID, അതായത് നമ്മുടെ ഗൂഗിൾ IDയുടെ ഒരു പേജിലേക്കാണ് അത് പോവുക. അപ്പോൾ അതിൽ അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ID കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ID നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ഒരു പേജിലേക്ക് പോകും, ഹോം പേജ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഹോം പേജിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഇതേപോലെ ഇടതുഭാഗത്തേക്ക് സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സെക്ഷനിലേക്ക് പോകും. പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകും. അതിനുശേഷം ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതിനുശേഷം സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ സെക്യൂരിറ്റി ഓപ്ഷൻ നിങ്ങൾ താഴെയായിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളൊരു വെബ് ബ്രൗസർ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഗൂഗിൾ ക്രോം തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ ബ്രൗസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ കാണാൻ പറ്റും ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചോദിക്കും. അത് നമ്മുടെ ഈ ഗൂഗിൾ അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മളവിടെ നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ കാണുന്ന ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്പർ ചോദിക്കും. അപ്പോൾ ഈ ഒരു നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന നമ്പറുമായിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ലിങ്ക് ആവും. അതിനുശേഷം നമ്മൾ പുതിയ ഏതെങ്കിലും ഡിവൈസിൽ നമ്മുടെ ജിമെയിൽ പാസ്വേഡ് ഉപയോഗിച്ച് സൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നമ്പറിലേക്ക് ഗൂഗിൾ ഒരു റിക്വസ്റ്റ് അയക്കും. ആ റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റൊരു ഡിവൈസിൽ ഇത് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ ലിങ്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഒരു മെസ്സേജ് വരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ 2 ഓപ്ഷൻസ് ഉണ്ട്, ടെക്സ്റ്റ് മെസ്സേജ്, ഫോൺ കോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് സെലക്ട് ചെയ്തിട്ട് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് ഗൂഗിൾ നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് അയക്കും. അപ്പോൾ ആ ഒരു കോഡ് നമ്മുടെ മെസ്സേജ് പോയിട്ട് ഈ ഒരു ഓപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻസ് അവർ ചോദിക്കുന്നത് ടേൺ ഓൺ എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ടേൺ ഓണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗൂഗിൾ അക്കൗണ്ടിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് ഇനേബിൾ ആവും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഇനേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ഡിവൈസിൽ സൈൻ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ തന്നെ നമുക്ക് ഒരു റിക്വസ്റ്റ് അയക്കും. ആ ഒരു റിക്വസ്റ്റ് നമ്മൾ മൊബൈൽ ഫോണിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റൊരു ഡിവൈസിൽ ഇതേപോലെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ജിമെയിൽ ID നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ.